നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്നലെ നടത്തിയ കളികളൊക്കെ മറ്റു ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് എന്ന ഒരു വിവരമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ട്രംപ് മലക്കം മറിയുകയായിരുന്നു. അതായത് ഇനി ഇറാനെ ആക്രമിക്കില്ല, 5 ദിവസത്തേക്ക് ആക്രമണങ്ങളൊക്കെ നിർത്തിവെച്ചു. ഇറാനിലെ ഏറ്റവും ആദരണീയനായിട്ടുള്ള ഒരു നേതാവ് ഇവിടെ ട്രംപുമായി ചർച്ച നടത്തി, പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ല, ചർച്ചകൾ നടക്കും. ഇതിനിടയിൽ ചർച്ച വിജയിച്ചാൽ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കും. ട്രംപ് ഇങ്ങനെ ഒന്ന് മലക്കം മറിയാൻ, ഒന്ന് പിന്നോട്ട് മാറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ട്രംപിന് എങ്ങനെ നോക്കിയാലും ആ പടി അങ്ങോട്ട് കൃത്യമായിട്ട് നടത്താൻ കഴിയുന്നില്ല. അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ വിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതായത് അത് ട്രംപിന് വേണ്ടിയാണ്, ഇസ്രായേലിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് മോദി പ്രഖ്യാപിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. അമേരിക്കയുമായിട്ടുള്ള കൂട്ടുകച്ചവടവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതാണ്. എന്തായാലും മോദി സംസാരിച്ചതിന് ശേഷമാണ് ട്രംപ് ഇങ്ങനെ മലക്കം മറിയുന്നത്. ഇറാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല, അമേരിക്കക്ക് നിർത്താൻ തോന്നുന്നുണ്ട്, നല്ല കാര്യം തന്നെ, പക്ഷെ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഇന്നലത്തെ മലക്കം മറിച്ചിലിൽ ട്രംപ് എന്തൊക്കെയാണ് പറഞ്ഞ് എന്ന് ഇന്ന് ട്രംപിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു കാണില്ല, അല്ലെങ്കിൽ തന്നെ അത് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. ആരാണ് ഇറാനെ ആക്രമിക്കുന്നത്? ആരാണ് ഇവിടെ ആയത്തുള്ളയെ ആക്രമിക്കുന്നത്? ഇനി ഹോർമൂസ് കടലിടുക്ക് ഞാനും മുജ്തബയും ചേർന്ന് കൺട്രോൾ ചെയ്യും, ഞങ്ങളാണ് ഇനി ഇത് നിയന്ത്രിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ട്രംപ് ഇന്നലെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു കൂട്ടിയത്. ഇവിടെ പുറത്തു വന്ന വാർത്തകളിൽ നിന്നാണ് ഞാൻ അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ആ വാർത്തകൾ ശരി തന്നെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ട്രംപ് ഇവിടെ പിന്നോട്ട് മാറിയത് ഗൾഫ് രാജ്യങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അമേരിക്കൻ ബേസുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ട്രംപ് ആക്രമിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കേണ്ടതുള്ളൂ. ഇറാനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ നടത്തിയത്. കാരണം ഇവിടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരുമിച്ചാണ് ഇറാനെ ആക്രമിച്ചത്. ട്രംപ് മാറിയപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇറാനിലെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ മറ്റ് ഊർജ സ്രോതസ്സുകൾക്ക് നേരെയും ഒക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പാലും വെള്ളത്തിൽ തന്നെ ഇറാൻ തിരിച്ചു പണിയും കൊടുത്തിട്ടുണ്ട്. ടെല്ലവീവിനെ ഒക്കെ നടുക്കുന്ന രീതിയിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇറാൻ പലപ്പോഴും ഇവിടെ പരീക്ഷിച്ച് വിജയം കണ്ടു എന്നൊക്കെ വാർത്തകളിൽ മാത്രം കേട്ടിരുന്ന ചില പേരുകളുണ്ട്. ഖാദർ, അതുപോലെ ഇമാദ് തുടങ്ങിയ മിസൈലുകൾ. ഈ മിസൈലുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഇറാൻ എടുത്ത് പ്രയോഗിച്ചു തുടങ്ങി. അതായത് ഇത്തരത്തിലുള്ള പേരുകൾ തന്നെ ഒരുപാടുണ്ട്. നേരത്തെ പഴയ പേരുകളുള്ള, നേരത്തെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ പക്കലുണ്ടായിരുന്ന ചില മിസൈലുകളാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയത് എടുക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള പേരുകളാണ് ഈ ഖാദർ എന്ന് പറയുന്ന മിസൈലൊക്കെ. ഈ മിസൈൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേലിനെ മാത്രം വെച്ച് ഇവിടെ ഇറാനെതിരെ യുദ്ധം നടത്തുക, അമേരിക്ക തൽക്കാലം പുറകോട്ട് മാറുക. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളുമായിട്ടാണല്ലോ ഇവിടെ ബന്ധമുള്ളത്. അമേരിക്ക അങ്ങോട്ട് പുറകോട്ട് മാറിയാൽ ഈ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കാൻ കഴിയില്ലല്ലോ. അമേരിക്കക്ക് തൽക്കാലം അവരുടെ തടി രക്ഷപ്പെടുത്താം, ചർച്ച എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ വെച്ച് പണി കൃത്യമായി നടത്താം, ആവശ്യത്തിനുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറുകയും ചെയ്യാം. ഈ ഒരു തന്ത്രമാണ് ഇവിടെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ മലക്കം മറിച്ചുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാലവും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്ന് ട്രംപ് ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ അമേരിക്കയിലെ ടെക്സാസിലെ ഒരു ഓയിൽ റിഫൈനറിയിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇറാന്റെ പ്രസിഡന്റ്, ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം ഞങ്ങൾ ദൈവത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. എന്തായാലും ദൈവമെല്ലാം കാണുന്നവരും കേൾക്കുന്നവരും ദൈവം നിശ്ചയിച്ചതുപോലെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇറാനിലെ വിശ്വാസികൾ. ലോകം മുഴുവനുള്ള വിശ്വാസികൾ, ഏത് മതമാകട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും വിശ്വാസികൾ പൊതുവെ അങ്ങനെയാണ്. ദൈവമറിയാതെ ഒരു കാര്യവും നടക്കില്ല, ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നവൻ, ദൈവം കാരുണ്യവാനാണ്. എന്തായാലും ഇവിടെ അക്രമികളെ ദൈവം അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും, അത് കൃത്യമായി അതിന്റെ സമയമാകുമ്പോൾ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ലോകത്തിലുണ്ട്. ട്രംപിന് മനസ്സിലാക്കേണ്ടത് അതാണ്. എന്തൊക്കെ കുതന്ത്രങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മലക്കം മറിച്ചിലുകൾ ട്രംപ് നടത്തിയാലും ട്രംപിന് കിട്ടാനുള്ളത് അതൊന്നും വഴിമാറി പോകില്ല, അത് ട്രംപിന് തന്നെ കിട്ടും. ഇവിടെ ഇറാനിലെ ഓയിൽ റിഫൈനറികളിലേക്കൊക്കെ ആക്രമണം നടത്തി, അവരുടെ ഊർജ സ്രോതസ്സുകളിലേക്ക് ആക്രമണം നടത്തി, ഏകദേശം ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അമേരിക്ക പിന്മാറി എന്ന രീതിയിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ
ഇവിടെ കിരീടം ചെങ്കോൽ എന്ന് പറയുന്ന സിനിമയുണ്ട്, സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമ. മോഹൻലാലാണ് ആ സിനിമയിലെ നായകൻ. അതിൽ കൊച്ചിൻ ഹനീഫയുടെ ഒരു കഥാപാത്രമുണ്ട്. ഇവിടെ ആരടാ എന്തടാ എന്നൊക്കെ ചോദിച്ച് അതുവരെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരുന്ന കൊച്ചിൻ ഹനീഫ പെട്ടെന്ന് ഇവിടെ മോഹൻലാൽ ഒരു ഗുണ്ടയായി അവതരിച്ച സമയത്ത്, മോഹൻലാലിനെ എല്ലാവരും ഭയപ്പെടുന്ന ഒരു സമയത്ത് മോഹൻലാലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു വെട്ടുകത്തിയൊക്കെ പിടിച്ചു നടക്കുന്ന ഒരു രംഗമുണ്ട്. ട്രംപ് ഇപ്പോൾ കാണിക്കുന്നത് അതാണ്. ഇതുവരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നല്ല കിട്ടൽ കിട്ടി. അവസാനം ഇപ്പോൾ ഞാനും ഇറാനും ഒക്കെ ഒന്നാണ്, ഞാനും ആയത്തുള്ളയും ഒക്കെ ഒന്നാണ്, ഞങ്ങളാണ് ഈ പരിപാടി ഹോർമൂസ് ഒക്കെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ചില നീക്കങ്ങൾ നടത്തുന്നു. അതിനിടയിലൂടെ ഇസ്രായേലിനെ വെച്ച് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ സർവശക്തനായ ദൈവം ട്രംപിനും കണക്കിന് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അമേരിക്കയിലെ ടെക്സാസിലുള്ള ഓയിൽ റിഫൈനറിയിൽ വലിയ സ്ഫോടനമുണ്ടായി, അത് നിന്ന് കത്തുകയാണ്, വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന വാർത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. എന്തായാലും ട്രംപിന്റെ മലക്കം മറിച്ചിൽ ഇന്നലെ തന്നെ ഇറാനിലെ മാധ്യമങ്ങൾ അതൊരു മലക്കം മറിച്ചിലാണ്, അത് കൂടുതൽ ശക്തമായി ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് എന്ന് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അത് ശരിവെക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇസ്രായേൽ ഇറാനെ ശക്തമായി ആക്രമിച്ചു. ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി, അവരുടെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി, അതുപോലെ തന്നെ അവരുടെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. തിരിച്ച് ഇറാനും മോശം വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, പുതിയ മിസൈലുകൾ എടുത്ത് ഹൈഫയിലേക്കും ടെല്ലവീവിലേക്കും ജെറുസലേമിലേക്കും ഒക്കെ വലിയ ശക്തമായ ആക്രമണം നടത്തി. ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ഏകദേശം 5500ഓളം ആളുകൾ ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്ക തുടങ്ങിവെച്ച, ഇസ്രായേൽ തുടങ്ങിവെച്ച ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. ഭൂരിപക്ഷം ആളുകളും നിരപരാധികളും പാവങ്ങളുമാണ്. എന്തായാലും ട്രംപ് എവിടെ ചെന്ന് ഈ പാപമെല്ലാം, ഈ പാപക്കറയെല്ലാം കഴുകിക്കളയും എന്ന് തന്നെയാണ് ഇവിടെ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർവശക്തനായ ദൈവത്തിൽ ഇറാൻ എല്ലാം അർപ്പിച്ചിട്ടുണ്ട്. ആ ദൈവം ട്രംപിനോട് കണക്ക് ചോദിക്കാതെ പോകില്ല എന്ന് ഇറാനികൾ ഉറച്ചു വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നതായിട്ടാണ്, അല്ലെങ്കിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.